കുറച്ച് മേലേക്ക് പോകുമ്പോഴേക്കും നമ്മളുടെ ശിക്ഷാഗുരുക്കന്മാർ, നമ്മളുടെ ദീക്ഷാ ഗുരു ഒക്കെ നമ്മൾക്ക് തന്നിരിക്കുന്ന എന്താണ് ഇത്? കാരുണ്യമാണ്. അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും ഈ ചെളിക്കുണ്ടിൽ കിടക്കേണ്ട ആൾക്കാരാണ്. എൻ്റെ ഗുണം കൊണ്ടല്ല ഞാൻ എന്ത് ചെയ്തത്, ഭക്തനാകാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. പക്ഷെ എന്താണ് കാരണം? അവരാ കൈ തന്ന് എന്നെ പിടിച്ച് ഉയർത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഹമ്പിളായിട്ട് അവരോടുള്ള നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. മോശമായിട്ട് പറയുക ഇതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അവരെല്ലാം നമ്മൾക്ക് തന്നിരിക്കുന്ന ആ കാരുണ്യം എന്ന് പറയുന്നത് ഓർക്കേണ്ടതാണ്. എന്നിട്ട് പിന്നെ സ്വന്തം ഗ്രഹണശക്തിക്കനുസരിച്ച് യാതൊരു ഭൗതിക ഉദ്ദേശങ്ങളുമില്ലാതെ മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി സന്ദേശ വിതരണം നടത്തുകയുമാണ് അവരുടെ ഏകദൗത്യം. ഇതാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ഭക്തനായാൽ ചെയ്യേണ്ടത് എന്നാണ് നാരദ മഹർഷി പറയുന്നത്.